ഗൈസ്, ഇതാണ് ഈ യൂട്യൂബിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ കട്ടക്കാര്യമായിട്ട് എഡിറ്റ് ആക്കിയ ഒരു വീഡിയോ ഗൈസ്. അതായത് ആ വീഡിയോ ഇട്ടാൽ വൈറലാവും എനിക്ക് 100% ഷുവർ ആയിരുന്നു. അത്രക്കും പവർഫുൾ. കേട്ടാൽ തന്നെ നിങ്ങളെ ഒട്ടും ഉണരാത്തത് പോലും എഴുന്നേറ്റ് നിൽക്കും എന്നുള്ളതായിരുന്നു അതിന്റെ തമ്മനയിൽ പോലും. പക്ഷെ ആ വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. അത്രക്കും പവർ. എനിക്ക് 100-101% ഉറപ്പാണ് ആ വീഡിയോ വൈറലാവും എന്നുള്ളത്. പക്ഷെ എന്ത് പറയാണ്, ഇതേപോലെയാണ്. ഇതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും ഇങ്ങനെ ഹൈപ്പിലൊന്നും വീഡിയോ ഇടാത്തത്. കാരണം യൂട്യൂബ് വന്നെങ്കിൽ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്യും. അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാനാണ് ഗൈസ്? അപ്പോൾ അതേപോലത്തെ കഥ ഒന്ന് ഹൈപ്പില്ലാണ്ട് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഐഷു, എനിക്ക് മെഡിക്കലായിരുന്നു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഒരു 9 മണിക്കായിരുന്നു ഷോപ്പ് തുറക്കാണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ഞാൻ ഷോപ്പ് തുറന്നു. എനിക്ക് ജോലി എന്താണെന്ന് വെച്ചാൽ മെഡിക്കലില്, അതായത് ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു. ഷുഗർ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, ബ്ലഡിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ അധികവും എനിക്ക് പേഷ്യൻ്റ് വരാറുള്ളത് എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ എൻ്റെ മെഡിക്കൽ തുറന്ന് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഇരിക്കുന്ന ടൈം എനിക്ക് എൻ്റെ ഗ്ലാസ്സിലൂടെ പുറം ഫുള്ളും കാണാമായിരുന്നു. അതായത് റോഡിലേ വരുന്ന ആൾക്കാർ. ആ ടൈം ഒരു 6 മണീൻ്റെ ടൈം എന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും മാത്രമല്ല, ലോറിയും സ്കൂട്ടിയും ബൈക്കും ഒക്കെ തന്നെ പോകുന്നതും കാണാം. സൈഡിലോട്ട് നോക്കിയാൽ എനിക്ക് ട്രെയിൻ പോകുന്നതും കാണാം. നല്ല വൈബോടെ ഞാൻ അവിടെ ഇരിക്കുന്ന ടൈം. കറക്റ്റ് 6 മണിക്കൊന്നും ആരും വരില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു 8 മണി വരെ ഞാൻ ഫ്രീ ആയിരിക്കുമെന്ന്. പെട്ടെന്നുണ്ട് ഒരാണുങ്ങോ കയറി വരുന്നു. അതായത് എന്നിട്ട് അദ്ദേഹം ചുറ്റുപാടും ഫുള്ള് നോക്കി. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, മോളെ, നീ ഒറ്റക്കാണോ ജോലിയുള്ളത്? ഇതില് ആണുങ്ങൾ ആരുമില്ലേ? നീ ഒറ്റയ്ക്ക് 6 മണിക്കൊക്കെ വന്നിട്ട് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ ഒറ്റക്കാണ്. പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് 6 മണിക്ക് തുറക്കുന്നത്. അല്ലെങ്കിൽ 9 മണിക്കാണ് തുറക്കാറ്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു 7 മണിക്കൊക്കെ തുറക്കും. അപ്പം എന്നോട് അദ്ദേഹം ചോദിച്ചു, മോളെ, 7 മണിക്കൊക്കെ തുറന്ന ആൾക്കാർ വരുമോ? ഞാൻ പറഞ്ഞു, ആ, ആൾക്കാരൊക്കെ വരും. അധികം മുസ്ലിംസ് ആണ് വരാറുള്ളത്, പിന്നെ ഹിന്ദുസ് കുറവാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം അവർ നിസ്കരിച്ച് കഴിഞ്ഞ് ഉറങ്ങാറില്ല. ആ ടൈം അവർ വന്നിട്ട് ഫസ്റ്റ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും വരും. കാരണം ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, 2 വട്ടം ടെസ്റ്റ് ആക്കണം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, കസ്റ്റമറൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ആ, ഇഷ്ടം പോലെ കസ്റ്റമറൊക്കെ ഉണ്ട്. ഈ നാട്ടിൽ തന്നെ അധികം ആളും വരുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, ഇന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ ഫസ്റ്റ് ആയിട്ട് നിങ്ങളാണ് വന്നത്. എൻ്റെ ആദ്യത്തെ കസ്റ്റമർ പേഷ്യന്റ് നിങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കി, അദ്ദേഹം എൻ്റെ റൂമൊക്കെ മുഴുവനും നോക്കി. അതായത് ഒരു റൂമായിരുന്നു, ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ചോര ടെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ അദ്ദേഹത്തിനെ കസാല വെച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് കുറച്ച് മാനിനെ പോലെയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആർക്കായാലും തോന്നും. കാരണം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. നല്ലോണം വയസ്സായിട്ടില്ല, നല്ലോണം ചെറുപ്പക്കാരനല്ല. ഒരു 40 വയസ്സുള്ള ഒരാളായിരുന്നു. അയാൾ ഈടം വരെ കുടുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചി എടുക്കാൻ വേണ്ടി അപ്പുറം പോയിട്ട് വന്ന് നോക്കുമ്പോഴേക്കും അദ്ദേഹം ഒരു 2 കുടുക്ക് അഴിച്ചിട്ടുണ്ട്. ഒരു ഷോൾഡറിലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയാളോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരു കള്ളൻ്റെ ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഞാൻ വേഗം തന്നെ അദ്ദേഹത്തിന് അവിടെ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതൊക്കെ വെച്ച് ഞാൻ പുരട്ടിക്കൊടുത്തു. അതായത് ആ ഒരു സൂചി വെക്കുന്നതിന് മുമ്പുള്ളത് പുരട്ടിക്കൊടുത്ത് ഞാൻ അതിലോട്ട് സൂചി വെച്ചു. ചോര എടുക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഇവിടെ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ മെല്ലെ താഴെ വെക്കുകയാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ പോലെ. അദ്ദേഹം എൻ്റെ കണ്ണിലോട്ട് നോക്കി, ഞാനും അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് നോക്കി. വേഗം തന്നെ ഞാൻ താഴോട്ട് നോക്കി. ആ ചോര എടുത്ത് ഞാൻ ആ മെഷീനിലോട്ടേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ, എഴുന്നേറ്റോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് ടെസ്റ്റ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അയച്ചു തരാം. ഇപ്പൊ നിങ്ങൾ പോയി ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ അരമണിക്കൂർ ഇരുന്നിട്ട് ആ റിസൾട്ട് വന്നതിന് ശേഷം പോയാൽ പോരെ. ഞാൻ പറഞ്ഞു, റിസൾട്ട് അങ്ങനെ വരണമെന്നില്ല, ഏത് ടൈം എന്ന് വരണമെന്നില്ല, അപ്പോഴേക്കും ഇവിടെ പേഷ്യൻ്റ് ഒക്കെ വരും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നമ്പറിലോട്ടേക്ക് ഞാൻ എൻ്റെ
ഫാർമസി, അതായത് ആ മെഡിക്കലത്തെ നമ്പർ, ഫോൺ നമ്പറുമായി ഞാൻ അദ്ദേഹത്തിന്റെ റിസൾട്ട് അയച്ചു കൊടുത്തു. അതായത് ഷുഗർ എന്ന് പറയുന്നത് 114 മാത്രമേ ഉണ്ടായിരുന്നില്ല. അതായത് നോർമലാണ്, എന്നാലും നോർമൽ അല്ല, അതുപോലുള്ള ഒരു ഷുഗർ ആയിരുന്നു. പറഞ്ഞാൽ ഷുഗർ പേഷ്യന്റ് അല്ല എന്ന് വേണം പറയാൻ വേണ്ടി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ റിസൾട്ട് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹം കണ്ടത് തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഇപ്പൊ കസ്റ്റമർ ആരും ഇല്ലേ ചോദിച്ചു. ഞാനൊരു 5 മിനിറ്റ് ആയിട്ട് റിപ്ലൈ കൊടുത്തു, ഇപ്പൊ കസ്റ്റമർ ഒന്നും അതുവരെ വന്നിട്ടില്ല, രണ്ടു മൂന്ന് ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ആ ചേച്ചി ഇപ്പൊ പോയി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോ അവിടെ നിന്ന്, അതായത് എന്റെ മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കണം, ആ ഫുഡ് കഴിച്ചിട്ട് ഞാൻ 2 മണിക്കൂർ അവിടെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതായത് എന്റെ മെഡിക്കലിൽ. ഞാൻ പറഞ്ഞു, ഇവിടെയോ? ഇവിടെ. അദ്ദേഹം ചോദിച്ചു, എന്താ അവിടെ ഇരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, അവിടെ അങ്ങനെ കുടുംബശ്രീയുള്ള ചേച്ചികളൊക്കെ വന്നിട്ട് ഇരിക്കുന്നതാണ്, നല്ല AC ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എന്നാ ചേട്ടൻ വന്ന് ഇവിടെ ഇരുന്നോ, അങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും സമയം 6:45 ഉള്ളൂ. അങ്ങനെ അദ്ദേഹം അത്യാവശ്യം ഇരുട്ടും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു, എൻ്റെ അടുത്ത് ഇരുന്നു, എന്നോട് കുറെ സംസാരിച്ചു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ സാധിച്ചു തരുമോ? ഞാൻ ചോദിച്ചു, എന്താ? അത് പിന്നെ എനിക്ക് ഒട്ടും കൺട്രോളില്ല, എനിക്ക് കൺട്രോൾ ആക്കാൻ പറ്റുന്നില്ല, മോളൊന്ന് അവിടെ അടങ്ങിയിരുന്നാൽ മതി, എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ കൺട്രോൾ മുഴുവനും പോയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്പ്രേയും പെർഫ്യൂമും ഒക്കെ മണത്ത് എൻ്റെ കൺട്രോളും പോയി. എന്നോട് പറഞ്ഞു, മോൾ ഇവിടെ ഇരുന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരാഗ്രഹം. ഞാൻ വേഗം തന്നെ ആ ഷോപ്പൊക്കെ ക്ലോസ് ആക്കി എൻ്റെ ചെരുപ്പ് മാറ്റി വെച്ചു. എൻ്റെ അടുത്തുണ്ടായ സ്കൂട്ടിയും ഞാൻ വേറെടുത്ത് പാർക്ക് ചെയ്തു. ഇല്ലെങ്കിൽ ജനങ്ങൾ പറയും, ഇവളെ ചെരുപ്പുണ്ട്, ഇവളെ സ്കൂട്ടി ഉണ്ട്, ഇവളെ എവിടെ പോയി എന്ന് ചോദ്യം വരില്ലേ. അങ്ങനെ അതൊക്കെ അടച്ച് ഞാൻ ക്ലോസ്ഡ് എന്ന് പുറത്ത് എഴുതി ഞാൻ ആ ക്യാരക്ടറിനെ നോക്കി. പിന്നെ അവിടെ നടന്നത് ഒരു പുന്നാര ഭൂകമ്പായിരുന്നു. അത് ഞാൻ ഇതിൽ തെളിയിച്ച് പറഞ്ഞതിനാണ് യൂട്യൂബ് എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചോക്ക്, നമുക്കൊന്നും പച്ചക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ബാക്കി നിങ്ങൾ ഊഹിച്ചല്ല. ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കോൾ ആക്കിയിട്ട് കാര്യമില്ല, ഞാൻ ഇന്നേവരെ ഒരാളെ കോൾ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് കോൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരാളെ എനിക്ക് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ മെസ്സേജ് ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ, അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. 500 രൂപ പേ ചെയ്താൽ ഞാൻ ഉടനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് രാത്രി നല്ല രീതിയിൽ കിടന്നുറങ്ങാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പോയതിൻ്റെ വേജാർ എനിക്ക് നല്ലോണം ഉണ്ട്. ഞാനത് മെമ്പർഷിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഞാൻ പച്ചക്ക് പറയുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ആകാൻ തുടങ്ങി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ എത്ര പച്ചക്കായിരിക്കും പറയുന്നത്. അപ്പോൾ ആ വീഡിയോ മെമ്പർഷിപ്പിലുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പിൽ നിന്ന് ആ വീഡിയോ കേൾക്കാനാകുള്ള തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.